ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ ഇന്നത്തെ കഥ നമ്മൾ കേൾക്കാൻ പോകുന്നത് ഡ്രാഗൺ ചിക്കനോട് കൂടിയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതൊരു കഥയൊന്നല്ല കേട്ടോ. ഇതെൻ്റെ ഒരു ചെറിയ ഓർമ്മയാണ് ടു കണക്ട് ഡ്രാഗൺ ചിക്കൻ. ഞാൻ ആദ്യമായിട്ട് ഈ ഡ്രാഗൺ ചിക്കൻ കഴിക്കുന്നത് UK വന്നിട്ടാട്ടോ. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ നാട്ടിലൊന്നും കിട്ടാനില്ലാഞ്ഞിട്ടാണോ ഇവൾ UK വരെ പോയിട്ട് ഡ്രാഗൺ ചിക്കൻ കഴിച്ചതെന്ന്. അതങ്ങനെയല്ല കേട്ടോ. നാട്ടിൽ പുറത്ത് നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ പോയി ഭക്ഷണം കഴിക്കുന്നത് വേനൽ മഴ പെയ്യുന്നത് പോലെയാണ്. വല്ല കാലത്തെ അത് സംഭവിക്കൂ. ഇനിയിപ്പോൾ പോയാൽ തന്നെ നമുക്ക് വളരെ ചുരുങ്ങിയ ബഡ്ജറ്റായിരിക്കും. അപ്പോൾ ഒരു പൊറോട്ടയോ മസാല ദോശയോ മാക്സിമം പോയൊരു ബിരിയാണി, അതിന് മുകളിൽ എന്തായാലും നമ്മുടെ മെനു പോകത്തില്ല. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് നാടൻ വിഭവങ്ങൾ കരങ്ങ് വാണിരുന്ന കാലമാണല്ലോ. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഭൂരിഭാഗം സാധനങ്ങളുടെ പുറകിലും ഒരു സ്റ്റിക്കർ കാണാം. എന്താ? മെയ്ഡ് ഇൻ ചൈന അല്ലേ? അപ്പോൾ പിന്നെ ചൈനീസ് ഡിഷസ് ഇന്നത്തെ രംഗം കയ്യേറുന്നതിൽ വലിയ സർപ്രൈസൊന്നുമില്ല. 5 രൂപയുടെ മാഗിയിൽ തുടങ്ങുന്നു മലയാളിക്ക് ഭക്ഷണ മേഖലയിൽ ചൈനയുമായിട്ടുള്ള കൈകോർക്കൽ അല്ലേ? അതിന്ന് വലുതായി ചൈനീസ് ഡിഷസ് മാത്രം കിട്ടുന്ന ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് വരെ നമ്മുടെ നാട്ടിലുണ്ട്. എന്താ അല്ലേ? അയ്യോ, ഞാൻ കഥയിൽ നിന്നൊക്കെ വഴുതി മാറിപ്പോയി. മുൻപിൽ കൊണ്ടുവന്ന് വെച്ച മെനു കാർഡിൽ പരതി നോക്കിയപ്പോഴാണ് സ്റ്റാർട്ടേഴ്സ് ലിസ്റ്റിൽ ഞാൻ ആ പേര് കണ്ടത്, ഡ്രാഗൺ ചിക്കൻ. അല്ലെങ്കിലും ഈ ചിക്കന് ഒരു പ്രത്യേകതയുണ്ട്. ഏത് രാജ്യക്കാർക്കും ഏത് ഭാഷക്കാർക്കും എല്ലാ മീറ്റ് ലവേഴ്സിനും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു മീറ്റാണ് ചിക്കൻ. അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടേഴ്സായിട്ടും മെയിൻ കോഴ്സായിട്ടും പലതരത്തിൽ ചിക്കൻ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എന്തായാലും ഈ പേര് എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ ഞാനൊരു പ്ലേറ്റ് ഡ്രാഗൺ ചിക്കൻ ഓർഡർ ചെയ്തു. ചിലപ്പോൾ ആ സമയത്ത് പൃഥ്വിരാജ് പോലും ആലോചിച്ച് കാണില്ല ലൂസിഫർ 3ത്തെ വില്ലൻ്റെ ടീഷർട്ടിന് ഡ്രാഗൺ ടെമ്പിളുള്ള ഒരു കോസ്റ്റ്യൂം അറേഞ്ച് ചെയ്യണമെന്ന്. അതൊക്കെ പോട്ടെ. എന്തായാലും ഡ്രാഗൺ ചിക്കൻ വന്നു. നമ്മുടെ കഴിച്ചു നോക്കി. ഒരു സ്വീറ്റ് ഡിഷാണ്. ഞാനൊരു സ്പൈസി ഡിഷിൻ്റെ ആരാധകയായിട്ട് പോലും എനിക്കതങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ ഇതിനകത്ത് സോസുകളൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇതൊരു സ്വീറ്റ് ഡിഷായിട്ട് മാറുന്നത്. എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ പിന്നീട് എപ്പോഴൊക്കെയോ റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ ഒരു പ്രാവശ്യം ഒന്നിലധികം പ്രാവശ്യം ഈ ഡ്രാഗൺ ചിക്കൻ ഓർഡർ ചെയ്ത് കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ എൻ്റെ അടുക്കളയിൽ ഞാൻ ഇവനെ ഒന്ന് പരീക്ഷിക്കുന്നത്. ഈ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് സ്ട്രൈപ്സ് ആയിട്ട് മുറിച്ചെടുത്ത് നമ്മളുണ്ടാക്കിയ ബാറ്ററിലിട്ട് മുക്കി പൊരിച്ച് വരുമ്പോൾ ഇതിനൊരു ഡ്രാഗൻ്റെ ഷേപ്പ് കാണും. അതുകൊണ്ടാണ് ഈ വിഭവത്തിന് ഡ്രാഗൺ ചിക്കൻ എന്ന് പേര് വന്നത്. എന്തായാലും നമ്മൾ കുറച്ച് സ്പ്രിംഗ് ഒണിയനും വൈറ്റ് സിനമനും ഒക്കെ ഇട്ട് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തു. ഇനി നമുക്ക് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്നേ. അയ്യോ, ഇത് ഓക്കെ അല്ല കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇത് സൂപ്പറാണ്. ചൈനീസ് ഡിഷസൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർ ഇതൊരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. കുറേ യൂട്യൂബിൽ ഇതിൻ്റെ ഒത്തിരി റെസിപ്പീസ് കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കൺവീനിയൻ്റ് ആയ ഒരു റെസിപ്പി നോക്കി ഉണ്ടാക്കി നോക്കണേ. അടിപൊളിയാണ് കേട്ടോ. നിങ്ങളിത് മിസ് ചെയ്യരുത്. ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത്, ചുമ്മാതെ തിരിച്ചു വേണം, ജീവിതം പൊളിയാണ്. ബൈ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ.